അദ്ദേഹം ഒന്ന് കാണട്ടെ, ഒരു സഹകരിച്ചു കൊടുക്കുക, അതല്ലേ ശരി, സഹകരിച്ചു കൊടുക്കുക, അതല്ലേ ശരി. താനാരാ? ശകലം ഒട്ടുമിക്ക മലയാളികളും ഇതിനോടകം കണ്ടു കാണും. മലയാളികളുടെ അഹങ്കാരമായ മഹാനടൻ ശ്രീ മമ്മൂട്ടിയും, മമ്മൂക്ക എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടു കൂടെ വിളിക്കുന്ന മമ്മൂക്കയും, വയനാട് CPM പാർട്ടിയുടെ, ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് റഫീഖുമായി കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഉടക്കുണ്ടായതിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ മമ്മൂക്ക അപമാനിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ, ആ പാർട്ടിയോട് അനുഭാവമുള്ളവർ, ചില നിഷ്പക്ഷമതികളൊക്കെ ആ മമ്മൂട്ടി ചെയ്ത് ശരിയായില്ല എന്നൊരഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ പിന്നെ ഒരു വലിയ പൊങ്കാലയായിരുന്നത്. റഫീഖ് സത്യത്തിൽ മമ്മൂക്കയോട് നന്ദി പറയണം. കാരണം റഫീഖ് എന്ന ആ ചെറുപ്പക്കാരനെ വയനാട് ജില്ലയ്ക്കപ്പുറം ആർക്കും അറിയില്ലായിരുന്നു. ഇന്നതല്ല സ്ഥിതി. ഇന്ന് മലയാളി എവിടെയുണ്ടോ റഫീഖിനെ ഇന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു അസുലഭ ഭാഗ്യം സിദ്ധിച്ച ഒരു നേതാവായി മാറി റഫീഖ് എന്ന ഈ ചെറുപ്പക്കാരൻ. ഇപ്പം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായി റഫീഖ് മാറി. ലോകത്തിലെവിടെയുള്ള മലയാളിയും ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്ക് കൊടുക്കണം? മമ്മൂക്കയ്ക്ക് കൊടുക്കണം. മമ്മൂക്കയാണ് ചീത്ത വിളിച്ചത്, അല്ലെങ്കിൽ ആക്ഷേപിച്ചത്, അല്ലെങ്കിൽ അപമാനിച്ചത്. അതുവഴി ഇദ്ദേഹം പ്രസിദ്ധനായി തീർന്നു. ഇപ്പം ഇനി ഒരു എന്താ പറയേണ്ടത്, ഒരു ഓൾ കേരള ഫിഗറായി സഖാവ് റഫീഖ് മാറിക്കിട്ടി. അതാണ് റഫീഖിന് കിട്ടിയ ഗുണം. അപ്പം മമ്മൂക്ക അപമാനിച്ചെങ്കിലും ഇൻഡയറക്റ്റായിട്ട് സഖാവ് റഫീഖ് ഇപ്പം എല്ലാവരും അറിയപ്പെടുന്നൊരു നേതാവാണ്. എനിക്ക് തോന്നുന്നത് CPMൻ്റെ എല്ലാ ജില്ലാ സെക്രട്ടറിമാരെയൊന്നും കേരളം മുഴുവൻ എല്ലാവർക്കും അറിയണമെന്നില്ല. ഒരു പക്ഷേ MLA ആയി കഴിഞ്ഞാലോ മന്ത്രിയായാലോ ഒക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും. റഫീഖ് അങ്ങനെയല്ല, ചെറുപ്പക്കാരനാണ്. ഈ DYFIയുടെയൊക്കെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ ഒരു ജില്ലയുടെയൊക്കെ സ്ഥാനം കിട്ടുകയാണ്. നല്ല സ്നേഹസമ്പന്നൻ, അല്ലെങ്കിൽ സന്നദ്ധഭടനാണ്. എന്തും ആരെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഈ മമ്മൂക്ക അവിടെ വന്നപ്പോഴും ആ പാവം അവിടെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി MA ബേബി അവിടെ വന്ന അപ്പോൾ പോയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അനുഗമിച്ചതാണ്. അതൊരു ജില്ലാ സെക്രട്ടറിയുടെ ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായി ആ സ്ഥലത്ത് വന്ന് അദ്ദേഹത്തെ യാത്രയാക്കി അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ മമ്മൂക്ക എന്ന ഈ താരരാജാവ് അവിടെ എഴുന്നള്ളുന്നത്. അദ്ദേഹം അപ്പോൾ വിചാരിക്കുന്നത് എന്താ, ഏതൊരു ചെറുപ്പക്കാരനും മമ്മൂക്ക ഒരു ആരാധനാ കഥാപാത്രമായിരിക്കും. നമുക്കൊക്കെ അറിയാമല്ലോ, മമ്മൂക്കയെ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹം സിനിമാ നടൻ എന്നുള്ളതിന് ഉപരി അദ്ദേഹം ഇയാളെ സംബന്ധിച്ചിടത്തോളം കൈരളി TVയുടെ ചെയർമാനും കൂടെയാണെന്നാണ് ഇദ്ദേഹം ധരിച്ചു വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ അവിടെ വരുമ്പോൾ തൻ്റെ പാർട്ടിയുടെ ചാനലായ കൈരളിയുടെ ഒരു ചെയർമാനും കൂടെയാണ് അവിടെ വരുന്നത്. ഈ ടൗൺഷിപ്പ് കാണാൻ വേണ്ടി വരുമ്പോൾ അതിനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു സന്നദ്ധത, എന്നും സേവനം അയാളുടെ മനസ്സിലുള്ള ഒരു നേതാവാണ്. ആർക്കും എന്തെങ്കിലും പ്രതിഫലം കിട്ടാതെ അങ്ങ് ഇറങ്ങി പുറപ്പെടുന്ന ഒരു നാച്ചുറലുള്ള ഒരു യുവാവായിട്ടാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ നമുക്കൊക്കെ തോന്നിയത്. ആ വഴി ഒരുക്കി കൊടുക്കുന്നു, അത് കാണാൻ വിടുന്നു. അങ്ങനെ അദ്ദേഹം ഈ മമ്മൂക്കയുടെ പുറകിൽ ഒരു ആരാധന ഉണ്ടായിരിക്കും. ഒരു സിനിമാ നടനാണല്ലോ, മനസ്സിൽ ആരാധിക്കുന്ന ഒരു നടനും കൂടെ നടനാണ് അയാളെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ ഈ മനുഷ്യനായ പോരല്ലോ, നമുക്ക് പെരുമാറാൻ അറിയണ്ടേ. അപ്പം അദ്ദേഹം വലിയ സിനിമാ സെറ്റിൽ കണ്ടിട്ടുണ്ട്, കാരവനിലിരുന്ന് കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഈ ഭൂമിയിലിറങ്ങി പൊതുജനങ്ങളുടെയോ സാധാരണക്കാരൻ്റെ വേദനകളിലെയോ ഒന്നും അദ്ദേഹം മണ്ണിലിറങ്ങി പണിയെടുക്കുന്നുണ്ടാവില്ല. സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് ചിലപ്പോൾ അവതരിച്ച് കാണും. അങ്ങനെയുള്ള കഥാപാത്രങ്ങളായിട്ട് അവതരിച്ച് കാണും. അതെല്ലാം നമ്മൾ കൈയടിച്ച് കാണും. ആ അഭിനയം കണ്ട് എന്ത് ഭ്രമയുഗം പോലെയൊക്കെ കണ്ട്, ഈ അവസാനം കണ്ട ചിത്രമൊക്കെ കണ്ട് ഞാൻ വല്ലാതെ കോരിത്തരിച്ചിരുന്നിട്ടുണ്ട് ആ മഹാനടനെ. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ആ റഫീഖുമായിട്ടുള്ള ആ സംഭാഷണം കേട്ടപ്പോൾ ഒരു നിമിഷത്തിൽ ആ ബിംബം അങ്ങ് വീണുടഞ്ഞു പോയി. സത്യത്തിൽ ഈ മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയാതിരുന്നാലോ. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണത്തെ ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ തോന്നുന്നതല്ല. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നവനാണെന്ന് തോന്നും. ആർക്ക് തോന്നും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? അവിടെ കുറേ മനുഷ്യർ മുന്നിൽ നിൽക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർ. അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടവർക്ക് ഒരു വീടുണ്ടാക്കിയത് കാണാനായിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവിടെ വന്നിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണ്ടി വന്നവരാണെന്ന് തോന്നുന്നു. ശരി, മീഡിയയിൽ പകർത്തുന്നുണ്ട് കേരളം മുഴുവൻ. ഈ ജില്ലാ സെക്രട്ടറി എന്നൊരു മനുഷ്യൻ്റെ കൂടെ നിന്നാൽ
അദ്ദേഹം കൂടെ നിന്നാൽ എന്താണ് പ്രശ്നം? അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയുന്നു. ഒരു തീണ്ടാപ്പാടകലെ നിൽക്കാനുള്ള അയിത്തം എന്താണ് ഈ നേതാവിനുള്ളത്, ഈ ചെറുപ്പക്കാരനുള്ളത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ കൂടെ എത്രയോ ചടങ്ങുകളിൽ വലിയ വലിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കൈരളി ടി വിയിലെ ജോൺ ബ്രിട്ടാസിൻ്റെയും കൂടെ നിൽക്കുമ്പോൾ ഈ കേരളത്തിലെ ജനത എന്താ വിചാരിച്ചിട്ടുണ്ട്? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആളാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങളൊരു ഇടതുപക്ഷത്തിൻ്റെ ഈ താരരാജാവ് ഒരു ഇടതുപക്ഷ സഹചാരിയാണ് എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. ആ അണികൾ മുഴുവൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഞങ്ങളുടെ ആളാണെന്ന് അഭിമാനത്തോടു കൂടെ ഇടതുപക്ഷക്കാർ വിചാരിച്ചു കാണും. അങ്ങനെ പാവം ഈ ചെറുപ്പക്കാരനും വിചാരിച്ചു കാണും. അങ്ങനെ ഒരാൾ അവിടെ വന്നപ്പോൾ അയാളുടെ നാടാണത് വയനാട്. മമ്മൂട്ടിയുടെ ജന്മനാടല്ലത്. ഇനി വേണമെങ്കിൽ പറയാം കേരളം മുഴുവൻ എൻ്റെ നാടല്ലേ എന്നൊക്കെ നമുക്ക് വീമ്പ് പറയാം. പക്ഷേ അതിലേറെ ആ ഭൂമിക, ആ ദുരന്ത ഭൂമിയിൽ ആ ദുരന്തമുണ്ടായ സമയത്ത് മുറിഞ്ഞുപോയ ശരീരഭാഗങ്ങളൊക്കെ പെറുക്കി ആ ചാക്കിൽ കെട്ടി DYFI സന്നദ്ധ സേനയുടെ കൂടെ വരുന്ന ആ റഫീഖിൻ്റെ ചിത്രം കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിന് ശേഷം കാണിക്കേണ്ടായി. ആ റഫീഖ് എവിടെ? ഈ താരരാജാവ് അങ്ങ് വെള്ളിത്തിരയിലാണ്. പക്ഷേ ഈ മനുഷ്യൻ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന സാധാരണ മനുഷ്യരുടെ വേദനയോടൊപ്പം നിന്ന റഫീഖിനെയും ഇദ്ദേഹത്തെയും നമുക്ക് കമ്പയർ ചെയ്യുകയേ സാധ്യമല്ല. അത് മനസ്സിലാക്കാൻ ഈ താരരാജാവിന് കഴിഞ്ഞില്ല. ഒരു 5-10 മിനിറ്റ് അദ്ദേഹം കൂടെ നിന്നു, തന്നെ സഹായിച്ചു എന്ന് വെച്ചാൽ ഈ മലയാളികൾ എന്ത് വിചാരിക്കാനാണ്? അതിൻ്റെ പേരിൽ CPMന് എന്തെങ്കിലും വോട്ട് കൂടുതൽ കിട്ടുമോ? ഈ ഇലക്ഷനിൽ എന്തെങ്കിലും വോട്ട് ചോദിക്കുമോ? മമ്മൂട്ടി അവിടെ വന്നു എന്നിപ്പോൾ എല്ലാവരും ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഒരു പക്ഷേ അതൊരു ചെറിയ ന്യൂസായിട്ട് മാറിപ്പോയേനെ. എത്രയോ വലിയ മനുഷ്യരവിടെ വരുന്നു പോകുന്നു. ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഭൂമി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. അത് ദുരന്തം അനുഭവിച്ചവരുടെ സകലതും നഷ്ടപ്പെട്ട കുറേ മനുഷ്യർക്ക് സർക്കാർ നമ്മളൊക്കെ കൊടുത്ത പണം ഉണ്ടായിരിക്കാം. നമ്മൾ പണം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവകാശപ്പെട്ടതല്ല അത് സർക്കാർ അവർക്ക് സ്വകാര്യമായി എഴുതി കൊടുത്തതാണ്, പട്ടയം കൊടുത്തതാണ്. ആ ഭൂമി അവരുടെ സ്വന്തമാണ്. ഇനി അവരവിടെ താമസം തുടങ്ങിയാൽ അവരെ പോയിട്ട് അവരുടെ സ്വകാര്യതയിൽ ഈ എല്ലാവർക്കും കയറി അവിടെ നിരങ്ങാനുള്ള ഒരു ഭൂമിയായിട്ട് അതിനെ മാറ്റരുതെന്നും കൂടെ സർക്കാരിനോട് പറയാനുണ്ട്. അതിന് ഒരിക്കലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റരുത്. ഈ വലിയ മാന്യന്മാരും എല്ലാവരും അവിടെ ചെന്ന് ഇവരെ ഒരു കാഴ്ച വസ്തുക്കളെ പോലെ കാണുന്നത് അത് മലയാളിക്ക് ചേർന്നതല്ല എന്ന് പറയാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് എത്ര വലിയവനായാലും ഏത് താരരാജാവായാലും അവർക്കവിടെ ചെല്ലേണ്ട കാര്യമില്ല. അവിടുത്തെ ജനങ്ങളോട് നമ്മളാൽ സഹായിക്കുന്ന ലോകത്ത് എവിടെ ദുരന്തമുണ്ടായാലും കൈയഴിഞ്ഞ് സഹായിക്കുന്നവരാണ് മലയാളികൾ. അത് ഇന്ത്യയിലല്ല, ലോകത്ത് എവിടെയുണ്ടായാലും സഹായിക്കും. അത് സ്വന്തം ഭൂമിയിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ മലയാളികൾ ഒരുപാട് സഹായിച്ചു. അത് നല്ല നിശ്ചയദാർഢ്യമുള്ള, നല്ല കരുത്തുള്ള, ലക്ഷ്യബോധമുള്ള ഒരു സർക്കാർ അത് ഇന്ന് സഫലീകരിച്ച് അവർക്ക് താമസിക്കാൻ കുറേ വീടുകൾ അവിടെ പണിതു. അവിടേക്ക് അവർ താമസം ഉടനെ മാറ്റും. അവരവിടെ സുഖമായി കഴിയട്ടെ. അവർക്ക് സമാധാനം കൊടുക്കാനായിട്ട് ചെല്ലുന്നതിലോ ഒരു കുഴപ്പമില്ല. പക്ഷെ അസമാധാനം ഉണ്ടാക്കാനായിട്ട് ദയവീത് അങ്ങോട്ട് ആരും പോകരുതേ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പറഞ്ഞു വരുന്നത് റഫീഖ് സത്യത്തിൽ താരമായി, മഹാനായ വെള്ളിത്തിരയിലെ താരം ഈ മണ്ണിലിറങ്ങിയപ്പോൾ എന്തായി എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ നിശ്ചയിക്കട്ടെ. ആരെയും പ്രത്യേകിച്ച് അപമാനിക്കാനോ അപഹസിക്കാനോ അല്ലെങ്കിൽ മഹത്വവൽക്കരിക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോഴേ അത് പരിപൂർണമാകുകയുള്ളൂ. ആ പറഞ്ഞ വാക്കുകൾ കേട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ നടക്കുന്നത്, നിങ്ങളങ്ങ് മാറി നിന്നുകൂടെ എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആ റഫീഖ് അപ്പോൾ ഒരു ചമ്മിയെ ചിരിച്ചിരിച്ച് പിന്തിരിഞ്ഞ് നടക്കുന്ന കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാതെ നോവുണ്ടാക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ഒരാളെ അപമാനിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതിന് മാപ്പ് പറഞ്ഞോന്നോ അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞോന്നോ അറിയില്ല, വിളിച്ചു വീഡിയോ കോൾ ചെയ്തു, അതിൻ്റെ ഒരു വിഷയമാക്കരുതെന്ന് റഫീഖ് തന്നെ അത് വളരെ മക്കുമായുള്ള ഭാഷയിലൂടെ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് റഫീഖ് എന്ന മനുഷ്യൻ്റെ മഹത്വം. വിവാദങ്ങൾക്കപ്പുറം അവിടുത്തെ മനുഷ്യരുടെ വിഷമങ്ങളിലും അവിടുത്തെ മനുഷ്യരുടെ നാളത്തെ നല്ല ഭാവിയിലുമാണ് അദ്ദേഹത്തിന് താല്പര്യമെന്നാണ് ആ ഫേസ്ബുക്കിൽ പറഞ്ഞു വെക്കുന്നത്. അതാണ് റഫീഖ് എന്ന ആ സഖാവിൻ്റെ മഹത്വം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം എന്ന് നമുക്ക് വിചാരിക്കാം. താൻ നിഷ്പക്ഷനാണെന്ന് കാണിക്കാനുള്ളൊരു വ്യഗ്രത ഈ യുവ നേതാവിനെ അപഹസിച്ചു എന്ന് പറയപ്പെടുന്ന വാക്കുകളിലും അതിനുശേഷം അദ്ദേഹം കാറിൽ കയറി പോകുമ്പോൾ പത്രലേഖകർ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയിലും വളരെ വ്യക്തമാണ്. ഇത് സർക്കാരിൻ്റെ ഒരു നല്ല പരിപാടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതൊരു സാമൂഹ്യ മൂലധനമാണ് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എല്ലാം ജനങ്ങൾ കൊടുക്കുന്നതാണ്, ജനങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയുമ്പോൾ
അദ്ദേഹം താൻ നിഷ്പക്ഷനാണെന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത വാക്കുകളിലുണ്ട്. അങ്ങനെ ജനങ്ങൾ കൊടുക്കുന്ന പണം കൃത്യമായി അവിടെ അങ്ങനെ രൂപപ്പെടണമെങ്കിൽ, ഒരു ടൗൺഷിപ്പായി രൂപപ്പെടണമെങ്കിൽ വളരെ ലക്ഷ്യബോധമുള്ള, നിശ്ചയദാർഢ്യമുള്ള, അല്ലെങ്കിൽ കരുത്തുള്ള ഒരു ഭരണകൂടം ഉണ്ടായിരിക്കണം. ആ ഭരണകൂടം ചെയ്തത് നല്ലതാണെന്ന് പറയാനുള്ള ഒരു നല്ല മനസ്സ് അത് കാണുന്നവനുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വാക്കുകളൊക്കെ അറിയാതെ പുറത്തേക്ക് ചാടും എന്നുകൂടി പറഞ്ഞു വെക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.